മുണ്ടക്കൈ ഉരുൾ ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പകളിലെ മൊറട്ടോറിയം കാലാവധി 6 മാസം കൂടി നീട്ടിയിരിക്കുകയാണ് സർക്കാർ. നിലവിലുള്ള മൊറട്ടോറിയം കാലാവധി 2025 ഒക്ടോബർ 7-ന് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടെയാണ് കാലാവധി നീട്ടിയത്. 2024 ജൂലൈ 30-നായിരുന്നു വയനാട് മേപ്പാടിയിലെ 3 വാർഡുകളെ ഇല്ലാതാക്കിയ ഉരുൾ ദുരന്തമുണ്ടായത്. ഇവിടെയുള്ളവരുടെ ദേശസാൽകൃത ബാങ്കുകളിലെ ആകെ കടബാധ്യത 35 കോടിയിലധികമാണ്. 12 ബാങ്കുകൾ ചേർന്ന് നൽകിയ 3220 വായ്പകളിലായാണിത്. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വായ്പ തിരിച്ചടവ് അസാധ്യമാണ്. ബാങ്കുകൾ ഇത് എഴുതി തള്ളണമെന്നും കേന്ദ്ര സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നും ആവശ്യമുയർന്നെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ഇതോടെയാണ് 2024 ഒക്ടോബർ 8-ന് സംസ്ഥാന സർക്കാർ ആദ്യമായി വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചത്. 1968-ലെ കേരള റവന്യൂ റിക്കവറി നിയമത്തിന്റെ 83B പ്രകാരമായിരുന്നു ഇത്. നിശ്ചിത കാലത്തേക്ക് വായ്പകളിലുള്ള തുടർ നടപടികളെല്ലാം ബാങ്കുകൾ നിർത്തിവെക്കുന്നതാണ് മൊറട്ടോറിയം. 1 വർഷത്തേക്കുള്ള കാലാവധി 2025 ഒക്ടോബർ 7-ന് അവസാനിച്ചതോടെയാണ് 6 മാസത്തേക്ക് കൂടി മൊറട്ടോറിയം ദീർഘിപ്പിച്ച് റവന്യൂ വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം പുതിയ ഉത്തരവിറക്കിയത്. പുനരധിവാസ പ്രവർത്തനങ്ങളടക്കം ഇപ്പോഴും പുരോഗമിക്കുന്നത് കണക്കിലെടുത്താണ് നടപടി. സർക്കാർ പണി കഴിപ്പിച്ച ടൗൺഷിപ്പിലെ ഫേസ് 1 ഗുണഭോക്താക്കൾക്കുള്ള ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ച വീടുകൾക്കുള്ള നറുക്കെടുപ്പ് ഇന്നലെയായിരുന്നു. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് ദുരന്തഭൂമിയിൽ വന്നപ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുത്തും താടിയിൽ പിടിച്ചും രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട നൈസമോൾക്കും കുടുംബത്തിനും വീട് ലഭിച്ചു. വാഗ്ദാനങ്ങൾക്കപ്പുറം കേരളത്തിന് അർഹതപ്പെട്ട സഹായം കേന്ദ്രം നിഷേധിച്ചത് ആ കുഞ്ഞിനോട് ഉൾപ്പെടെ കാണിച്ച അനീതിയാണ്. ദുരന്തബാധിതരെ മനുഷ്യരായി പോലും കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും പരിഗണിച്ചില്ല. ഈ മാസം 25-നാണ് വീടുകളുടെ താക്കോൽ ദാനം നടക്കുക. ഉറ്റവരെയും സമ്പാദ്യമായി ഉണ്ടായിരുന്ന സർവ്വവും ഉരുളെടുത്ത 178 പേരാണ് ഇന്നലെ സ്വന്തം പേരിൽ ഭൂമിയും വീടും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. വീടും 7 സെന്റ് സ്ഥലവുമാണ് ദുരന്ത ബാധിതർക്ക് ലഭിക്കുക. ദുരന്തത്തിന് ശേഷം സ്വന്തമായി ഒരു വീടെന്ന ആശ്വാസം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷ കണ്ണീരായിരുന്നു പലരുടെയും മുഖത്ത്. നറുക്കെടുപ്പിൽ വീട് കിട്ടിയ നിമിഷം പലരും ഉറ്റവരെ ഓർത്ത് വിതുമ്പി. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട ആദ്യ ലിസ്റ്റിലുള്ളവരെയാണ് ഈ ഘട്ടത്തിൽ പരിഗണിച്ചത്. 3 സോണുകളിലെ പണി പൂർത്തിയായ വീടുകളുടെ നമ്പറുകൾ എഴുതിയ പേപ്പറുകൾ നറുക്കിട്ടാണ് ആർക്കൊക്കെ എന്നത് തീരുമാനിച്ചത്. നറുക്കെടുപ്പിലൂടെ വീട് കിട്ടിയവർക്ക് പട്ടയവും വൈദ്യുതി കുടിവെള്ള കണക്ഷനും ഉൾപ്പെടെ പിന്നാലെ തന്നെ രജിസ്റ്റർ ചെയ്ത് നൽകി.